നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിന്റെ സുവർണ കാലത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സൂപ്പർ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് ബ്രസീൽ തോറ്റുപുറത്തായതിന് തൊട്ടു പിന്നാലെയാണ് 34-കാരനായ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ബ്രസീലിയൻ പുരുഷ ഫുട്ബോൾ ടീമിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് നെയ്മർ പടിയിറങ്ങുന്നത്. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയതിനു പിന്നാലെ മൈതാനത്ത് കണ്ടത് കണ്ണുകളെ ഈറനണിയിക്കുന്ന കാഴ്ചകളായിരുന്നു. പരാജയത്തിന്റെ ആഘാതം ഉൾക്കൊള്ളാനാവാതെ നെയ്മർ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്ന് വിതുമ്പുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. മത്സരം അവസാനിച്ചതോടെ വികാരധീനനായ നെയ്മർ നിയന്ത്രണം വിട്ട് കരയുന്നത് കാണാമായിരുന്നു. തളർന്നുപോയ തന്റെ നായകനെ ആശ്വസിപ്പിക്കാൻ സഹതാരം റാഫിഞ്ഞ ഓടിയെത്തിയതും ഇരുവരും തമ്മിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ ആരാധകരുടെ ഹൃദയം തകർത്തു. പിന്നാലെ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. 4ാം ലോകകപ്പ് കളിക്കുന്ന നെയ്മർക്ക് ഒരിക്കൽ പോലും ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മെയ് മധ്യത്തിൽ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് നെയ്മറിന്റെ ലോകകപ്പ് പങ്കാളിത്തം തന്നെ സംശയത്തിലായിരുന്നു. പാനമയ്ക്കും ഈജിപ്തിനുമെതിരെയായ സൗഹൃദ മത്സരങ്ങൾ താരത്തിന് നഷ്ടമായിരുന്നു. എന്നാൽ കഠിനമായ ഫിസിയോതെറാപ്പിക്ക് ശേഷം ലോകകപ്പിനായി താരം തിരിച്ചെത്തിയത് ആരാധകരിൽ വലിയ പ്രതീക്ഷയായിരുന്നു നൽകിയത്. ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ കണ്ണീരിൽ കുതിർന്ന അന്ത്യത്തിൽ കലാശിച്ചിരിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മർക്ക് ബൂട്ടണിയാൻ സാധിച്ചത്. പരിക്കിന്റെയും മറ്റും അലട്ടലുകൾക്കിടയിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്കോട്ട്ലൻഡിനെതിരെയായ മത്സരത്തിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ നെയ്മർ പ്രീ ക്വാർട്ടറിൽ നോർവേക്കെതിരെ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കൂടി നേടിയിരുന്നു. ഇതായിരുന്നു ബ്രസീലിന് വേണ്ടിയുള്ള താരത്തിന്റെ അവസാന ഗോളായി മാറിയത്. അതേസമയം ബ്രസീലിനെ അട്ടിമറിച്ച നോർവേ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ജൂലൈ 11 മയാമി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിലെ വിജയികളെയാകും നോർവ നേരിടുക.